കോൺഗ്രസ് പ്രവർത്തകർ ഏറെ ആഗ്രഹിച്ച ആ വാർത്ത ഡൽഹിയിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന എല്ലാ പിണക്കങ്ങളും അവസാനിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂർ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരേ മനസ്സോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തരൂർ തന്നെ വ്യക്തമാക്കിയത് പ്രവർത്തകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തരൂർ സജീവമായി ഉണ്ടാകുമെന്നത് കോൺഗ്രസിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറോളമാണ് ഈ നിർണായക ചർച്ച നടന്നത്. ആദ്യം രാഹുൽ ഗാന്ധിയുടെ മുറിയിലും പിന്നീട് ഖാർഗെയുടെ മുറിയിലും വെച്ചായിരുന്നു കൂടിക്കാഴ്ച. തന്റെ സേവനങ്ങൾ പാർട്ടി വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നും തനിക്കെതിരെ ചിലർ കുപ്രചരണങ്ങൾ നടത്തുന്നു എന്നുമുള്ള വിഷമങ്ങൾ തരൂർ നേതാക്കളെ അറിയിച്ചു. ചർച്ചയുടെ അവസാന ഭാഗത്ത് KC വേണുഗോപാലിനെയും നേതാക്കൾ അവിടേക്ക് വിളിച്ചു വരുത്തി. തരൂർ ഉന്നയിച്ച എല്ലാ പരാതികളും വളരെ ക്രിയാത്മകമായാണ് നേതൃത്വം പരിഗണിച്ചത്. ഇതോടെ ശശി തരൂർ പൂർണ്ണ തൃപ്തനായാണ് മടങ്ങിയത്. താൻ എപ്പോഴും കോൺഗ്രസുകാരനാണെന്നും തിരുവനന്തപുരത്തെ ജനങ്ങളോടാണ് തന്റെ ബാധ്യതയെന്നും തരൂർ ഉറപ്പിച്ചു പറഞ്ഞു. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ തന്നെ അവഗണിച്ചു എന്ന പരാതിക്ക് ഇപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചു കഴിഞ്ഞു. താൻ BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നവർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഈ കൂടിക്കാഴ്ച. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ പ്രചാരണത്തിനായി തരൂർ എത്തും. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും സാന്നിധ്യവും യുവാക്കളെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുമെന്നും ഉറപ്പാണ്. ശശി തരൂർ എന്ന നേതാവിനെ ഒരിക്കലും കോൺഗ്രസ് മാറ്റി നിർത്തില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഗ്രൂപ്പ് കളികൾക്കപ്പുറം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഇതോടെ വിജയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ UDF പ്രവർത്തകർക്ക് ഈ വാർത്ത നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ഇനി ഒറ്റക്കെട്ടായി വരാനിരിക്കുന്ന പോരാട്ടത്തിൽ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതാക്കൾ എല്ലാവരും.